നമുക്കിന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ഞാനിവിടെ 1 കപ്പ് ബസ്മതി റൈസ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം 2 പേർക്ക് സെർവ് ചെയ്യാൻ ഇത് മതിയാകും. ഇനി ഇതിൽ അല്പം വെള്ളം ഒഴിച്ച് 30 മിനിറ്റ് നേരം കുതിർക്കാൻ വെക്കാം. ഇതിപ്പോൾ 30 മിനിറ്റ് നേരം ആയിട്ടുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കണം. ഞാനിവിടെ 4 കപ്പ് വെള്ളമാണ് തിളയ്ക്കാൻ വെച്ചിരിക്കുന്നത്. ഇത് നന്നായിട്ട് തിളച്ചു വരുമ്പോൾ നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ച ബസുമതി റൈസ് ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിക്കുക. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. ഈ അരി ഒരിക്കലും പൂർണ്ണമായി വേവാൻ വെയിറ്റ് ചെയ്യരുത്. ഒരു 75-80% വേവാകുമ്പോൾ തന്നെ വെള്ളം ഊറ്റിക്കളഞ്ഞ് ഡ്രെയിൻ ചെയ്തെടുക്കണം. ഇനി ഇതിന്റെ ചൂട് കുറയ്ക്കുന്നതിനായി 2 പ്ലേറ്റിൽ നിരത്തി പാനിന്റെ കീഴെ വെച്ച് ചൂട് കളഞ്ഞതിന് ശേഷം ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ഇനി ഫ്രൈഡ് റൈസ് റെഡിയാക്കാം. ആദ്യം നമുക്ക് മുട്ട റെഡിയാക്കി എടുക്കണം. അതിനായി 1 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കുക. ചൂടായ എണ്ണയിലേക്ക് 3 മുട്ട ചേർക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് ഇളക്കി ഇതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. ഇനി ഇത് മറ്റൊരു പാത്രത്തിൽ മാറ്റി വയ്ക്കുക. അടുത്തത് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ 2 ടീസ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ചേർത്ത് ഇളക്കുക. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സ്പ്രിംഗ് ഓണിയന്റെ വൈറ്റ് പാർട്ട് ചോപ്പ് ചെയ്തത്, 1/4 കപ്പ് ക്യാരറ്റ് ചോപ്പ് ചെയ്തത്, 1/4 കപ്പ് ബീൻസ് ചോപ്പ് ചെയ്തത്, 2 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം ചോപ്പ് ചെയ്തത്, 1/4 കപ്പ് ക്യാബേജ് ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് 1 മിനിറ്റ് നേരം സോട്ട് ചെയ്തെടുക്കുക. ഇനി തീ കുറച്ചു വെച്ച ശേഷം 2 ടീസ്പൂൺ സോയാ സോസ്, 2 ടീസ്പൂൺ ചില്ലി സോസ്, 1/2 ടീസ്പൂൺ പഞ്ചസാര, ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ച മുട്ട ഇതിലേക്ക് ചേർത്ത് എല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കുക. പിന്നീട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച റൈസ് ഇതിലേക്ക് ചേർക്കുക. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമന്റ്സിൽ അറിയിക്കുക. കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക.